അല്ല, അതിന് അവരുടെ തന്നെ മക്കള് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം മകൻ പറഞ്ഞ എന്താണ്, അയാൾ ഇങ്ങനെ പ്രഷറിന്റെ ഗുളിക കഴിച്ചിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു, നേരെ നടന്ന് കല്ലറയിലേക്ക് പോകുന്നു, കല്ലറയിൽ ഇരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്ന എന്താണ്, ആത്മാവിലേക്ക് ഈ ശരീരം വേർപെട്ടുകൊണ്ട് ആത്മാവ് അന്തർലീനം ചെയ്യുന്നത് കണ്ടു എന്നാണ് മകൻ പറയുന്നത്. ഇതൊക്കെ ഏത് രാജ്യത്താണ്, എന്ത് അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്? ഇതൊക്കെ കേൾക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ പറയാനും ആളുകൾക്ക് ലജ്ജയില്ലാത്ത ഒരു സമൂഹമല്ല. ഇന്നലെ വരെ എന്താണ് പറഞ്ഞത്, ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇളകിയാൽ ലോകം അവസാനിക്കുമെന്നാണ്. എന്ത് ലോകം അവസാനിച്ചു? ശരിയാണ്, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിക്കത്തില്ല. പണ്ടൊരു സിനിമയിൽ എന്താണില്ല, തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി മിഥുനത്തിൽ ചെയ്യുന്ന അതേ അവസ്ഥയാണ്. ഇപ്പൊ പൊട്ടു, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, പൊട്ടിയില്ല എന്നുള്ളതാണ്. ഒന്നും പൊട്ടിയില്ല. നാളെ കല്ലറയിൽ നിന്ന് എടുത്തോണ്ട് പോയി, അവർ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി. അപ്പൊ ഇത് പോരായിരുന്നു ആദ്യം തന്നെ. തീർച്ചയായിട്ടും അതിനെ ഇത്രത്തോളം എതിർക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, എതിർക്കേണ്ടതല്ല, ഇവിടെ സ്റ്റേറ്റിന് ബാധ്യതയുണ്ട്. നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ ഇല്ലാതായപ്പെട്ടാൽ അല്ലെങ്കിൽ കാണാതാകപ്പെട്ടാൽ അത് അയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് സമൂഹത്തോടും അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളോടും പറയാനുള്ള ബാധ്യത കുടുംബത്തെക്കാട്ടി എന്തുണ്ട്, നമ്മുടെ സ്റ്റേറ്റിനുണ്ട്.